നമുക്ക് മഹാബലിപുരത്തേക്കൊരു യാത്ര പോകാം. യുനെസ്കോയുടെ പൈതൃക പട്ടികയിലുള്ള ചരിത്ര സ്മാരകങ്ങൾ കാണുവാൻ ലോകത്തെമ്പാടുമുള്ള സഞ്ചാരികൾ എത്തിച്ചേരുന്ന ഇടമാണ് മഹാബലിപുരം. അതിപുരാതനമായ ഒട്ടേറെ രഹസ്യങ്ങൾ ഉറങ്ങുന്ന ഒരു ചരിത്ര നഗരമാണ് മഹാബലിപുരം. സമുദ്രനിരപ്പിൽ നിന്നും 12 മീറ്ററിലേറെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന തീരനഗരമെന്ന പ്രത്യേകത കൂടിയുണ്ട് ഇതിന്. മാമല്ലപുരം എന്നറിയപ്പെടുന്ന ഇവിടം പല്ലവ രാജാവായിരുന്ന മാമല്ലന്റെ പേരിലാണ് സ്മരിക്കപ്പെടുന്നത്. 7-ാം നൂറ്റാണ്ടിൽ പല്ലവ രാജാവായിരുന്ന നരസിംഹവർമ്മൻ ഒന്നാമനാണ് ഈ നഗരം നിർമ്മിച്ചത്. കൽമണ്ഡപങ്ങളും ഗുഹാക്ഷേത്രങ്ങളും രഥക്ഷേത്രങ്ങളും നിറഞ്ഞ മഹാബലിപുരം ഒരു മാസ്മരിക ലോകം തന്നെയാണ്. സ്മാരകങ്ങളിൽ ഭൂരിഭാഗവും പാറ തുരന്ന് നിർമ്മിച്ചവയാണ്. അപൂർണമായതും പല ശൈലിയിലുള്ളതുമായ ശില്പങ്ങളും അടങ്ങിയതാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഗണേശരഥം ഒരു ഗണപതി ക്ഷേത്രം കൂടിയാണ് ഇത്. 1984 പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഒരു ശില്പ കൗതുകം. മഹാബലിപുരത്തെ ഒരു സ്മാരക സമുച്ചയമാണ് പഞ്ചരഥങ്ങൾ. പാണ്ഡവ സംഘത്തിനും പാഞ്ചാലിക്കുമായി ഒരുക്കിയിരിക്കുന്ന 5 രഥങ്ങളാണ് പഞ്ചരഥങ്ങൾ. ഏകശിലയിൽ നിർമ്മിച്ചിരിക്കുന്ന പഞ്ചരഥങ്ങൾ 5ലും വ്യത്യസ്ത ശൈലികളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നന്ദികേശനെയും മൃഗരാജാവിനെയും ശില്പമാക്കിയിട്ടുണ്ട് ഇവിടെ. പൂർത്തിയാകാത്തതിനാലും പ്രതിഷ്ഠിക്കപ്പെടാതെ നിലനിൽക്കുന്നതിനാലും ഇതിന് മതപരമായ പ്രാധാന്യം ഇല്ല. ആദിവരാഹ ഗുഹാക്ഷേത്രം മഹാബലിപുരത്തെ ഏറ്റവും പുരാതനമായ കെട്ടിടങ്ങളിൽ ഒന്നാണ് വരാഹ ഗുഹാക്ഷേത്രം. പാറക്കെട്ടിന്റെ ഒരു വശത്ത് തൂണുകളോടും ദേവരൂപങ്ങളോടും കൂടിയ ക്ഷേത്രം യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. മഹിഷാസുരമർദ്ദിനി മണ്ഡപം ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുഹകളിൽ ഒന്നാണ് മഹിഷാസുരമർദ്ദിനി മണ്ഡപം. മഹിഷാസുരമർദ്ദിനിയെ ദുർഗാദേവിയെ പ്രതിനിധാനം ചെയ്യുന്നു. അനന്തശയനവും ഇവിടുത്തെ ശില്പത്തിൽ നമുക്ക് കാണാം. മഹിഷാസുരമർദ്ദിനി മണ്ഡപത്തിന് മുകളിലായി ഉലകണ്ണീശ്വര ക്ഷേത്രമുണ്ട്. ഈ ക്ഷേത്രം ശിവന് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളതാണ്. റായഗോപുരം കൽക്കൊത്തുപണികളാൽ തീർത്ത മതിൽക്കെട്ടും അതിന് നടുവിലായി ഗോപുരം സ്ഥാപിക്കാനുള്ള തൂണുകളുമാണ് റായഗോപുരം. ശില്പഗോപുരത്തിൻ്റെ പണി പൂർത്തീകരിക്കുവാൻ പല്ലവർക്ക് കഴിഞ്ഞിട്ടില്ല. ആദ്യകാല ദ്രാവിഡ തച്ചുശാസ്ത്രത്തിൻ്റെ സ്പർശം നമുക്ക് മഹാബലിപുരത്ത് എവിടെയും കാണുവാൻ സാധിക്കും. കൃഷ്ണ ബട്ടർ ബോൾസ് കാഴ്ചക്കാരുടെ മനസ്സിൽ അത്ഭുതങ്ങൾ തീർക്കുന്ന ഒന്നാണ് ഇത്. 1.5 മീറ്റർ ചെരുവിൽ കിടക്കുന്ന ഭീമാകാരമായ ഗ്രാനൈറ്റ് പാറയാണ് കൃഷ്ണ ബട്ടർ ബോൾസ്. 5 മീറ്റർ ഉയരവും 6 മീറ്റർ വീതിയും ഇതിന് കണക്കാക്കപ്പെടുന്നു. കൃഷ്ണ മണ്ഡപം പാതയോരത്ത് സ്ഥിതി ചെയ്യുന്ന കുത്തുപണികളോട് കൂടിയ ഒരു മണ്ഡപമാണ് കൃഷ്ണ മണ്ഡപം. 2 ഏകശിലാ പാറകളിൽ കൊത്തിവെച്ചിരിക്കുന്ന ശില്പങ്ങളാണ് ഡെസെന്റ് ഓഫ് ഗാഞ്ചീസ് ആൻഡ് അർജുന പെനാൻസ്. ഗംഗ അവരോഹണവും അർജുനന്റെ തപസ്സും. കൊത്തുപണികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് അർജുന പെനാൻസ്. ഷോർ ടെമ്പിൾ ബംഗാൾ ഉൾക്കടലിൻ്റെ തീരത്തോട് അഭിമുഖീകരിക്കുന്ന ക്ഷേത്രങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും സമുച്ചയമാണ് ഷോർ ടെമ്പിൾ. മഹാബലിപുരത്തെ ഏറ്റവും പ്രശസ്തമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഷോർ ടെമ്പിൾ. ഇന്നത്തെ വാസ്തുവിദ്യാ രീതികളെല്ലാം അമ്പരപ്പിക്കുന്ന ഒന്നാണ് ഇത്. സൂര്യഭഗവാന്റെ ആദിസ്പർശം ഉദിച്ചു വരുമ്പോൾ ക്ഷേത്ര കവാടങ്ങളിൽ ആവാഹിക്കുന്ന വിധമാണ് ഇതിൻ്റെ നിർമ്മാണ രീതി. 3 ശ്രീകോവിലുകളുടെ സംയോജനമാണ് ക്ഷേത്രം. പ്രധാന ക്ഷേത്രം ശിവഭഗവാൻ സമർപ്പിക്കപ്പെട്ടതാണ്. ശ്രീകോവിലിൽ ഏറ്റവും പഴക്കമേറിയതും ചെറുതുമായ ക്ഷേത്രം വിഷ്ണു ക്ഷേത്രമാണ്. ഗുഹാക്ഷേത്രങ്ങളും ഒറ്റക്കൽ മണ്ഡപങ്ങളും ശില്പങ്ങളും ക്ഷേത്രങ്ങളും നിറഞ്ഞ പല്ലവ കലയിലുള്ള ദൃശ്യവിസ്മയങ്ങളെല്ലാം നമുക്ക് മഹാബലിപുരത്ത് കാണുവാൻ സാധിക്കും. ചെന്നൈ നഗരത്തിൽ നിന്നും 55 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കല്ലുകൾ കഥ പറയുന്ന ഈ തമിഴ്നാടൻ തീരഭൂമിയിൽ എത്തിച്ചേരാം.